ഹായ് ഓൾ, കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം 6th സെമ്മിൻ്റെ പേപ്പറായിട്ടുള്ള ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 2017 വരെയുള്ള ബാച്ചസുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുണ്ടായിരുന്ന ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ അതേ പേപ്പർ തന്നെയാണിത്. പക്ഷേ ഇതിൽ കുറച്ച് സിലബസ് വൈഡായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ 5th മൊഡ്യൂളായിട്ടുള്ള GST 2017 വരെയുള്ള ബാച്ചസിന് പഠിക്കാനില്ലായിരുന്നു. അതുപോലെ തന്നെ 2017 വരെയുള്ള ബാച്ചസ് പഠിച്ചിട്ടുള്ള ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾസും ഓൾറെഡി 2018 ബാച്ചസ് 5th സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. 2017 വരെയുള്ള ബാച്ചസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ പോയി കാണാൻ. അതിൽ 5th മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. 5th മൊഡ്യൂളിൽ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത് ടാക്സേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. എന്നിട്ട് ഇതിലെ 4th മൊഡ്യൂൾ വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു സെമ്മിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. നേരെ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ള കുറേ വൺവേർഡ് കാര്യങ്ങളുണ്ട്. അതായത് ഇൻകം ടാക്സ് എന്താണ്, ടോട്ടൽ ഇൻകം എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പം ഈ ഒരു സെമ്മിലും കയറി വരാൻ ചാൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും പിന്നെ ഈ റൗണ്ടിങ് ഓഫ് ടാക്സ്, നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ നിയറസ്റ്റ് 10ലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടൊരു എക്സ്പ്ലനേഷനായിട്ട് ചിലപ്പോൾ ചോദിക്കും. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരുപാട് പേഴ്സൺസിനകത്ത് തന്നെ ഇൻഡിവിജ്വൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് നിന്ന് തന്നെ ഇനി ബാക്കിയുള്ള HUF, ഫേംസ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അങ്ങനെയുള്ള ബാക്കി പേഴ്സൺസിൻ്റെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ HUFൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കി വെക്കുക. ടാക്സ് റേറ്റ്, അതായത് HUF ടാക്സ് ചെയ്യുന്നത് സ്ലാബ് റേറ്റിലാണ്. അത് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഓരോ അസസ്മെൻറ്റ് ഇയർ മാറുന്നതിനനുസരിച്ച് സ്ലാബ് റേറ്റിലും വ്യത്യാസം വരും. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ MMR എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് മാക്സിമം മാർജിനൽ റേറ്റ്. നമ്മുടെ സ്ലാബ് റേറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന റേറ്റിനെയാണ് നമ്മൾ MMR എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷനകത്ത് പറയുന്നത് ETGക്കകത്ത് പറയുന്നത് ഡൊണേഷനാണ്. ഈ ഒരു ഡൊണേഷൻ നമുക്ക് എല്ലാ ഹെഡ്സും ചെയ്യുമ്പോഴും ആവശ്യമായിട്ട് വരും. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. അടുത്തത് ഫേം, അതിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പിന്നെ ഫേമിൻ്റെ ടാക്സ് റേറ്റ്. ഫേം ഒരു ഫ്ലാറ്റ് റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫേമിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യനകത്ത് ആ ഫേം സെക്ഷൻ 184 ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കുക. ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ പ്രത്യേകം ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിലും, നമുക്ക് ഫുൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും ഫുൾ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ, അതായത് ഇതിൻ്റെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനും നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ബുക്ക് പ്രോഫിറ്റ് എന്താണ്, പിന്നെ LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. പിന്നെ AOPയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു ഇൻകംസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് AOP ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവരുടെ ടാക്സ് റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ 2020-21 അസസ്മെൻറ്റ് ഇയറിലാണെങ്കിൽ 2,50,000 മേളിലാണ് ഒരു മെമ്പറിൻ്റെ സാലറി അല്ലെങ്കിൽ ഇൻകം കൂടുന്നുണ്ടെങ്കിൽ AOPൻ്റെ ടാക്സ് റേറ്റ് ചെയ്യുന്നത് 30% MMR 30% ആണല്ലോ, 30% ആയിരിക്കും. അതുപോലെ തന്നെ ആ മെമ്പേഴ്സും ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ ആയിരിക്കും. അതേസമയം ഒരു മെമ്പറിൻ്റെയും ഇൻകം ഈ ഒരു ലിമിറ്റിൽ ഒരു മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ അത് 2,50,000 അതിന് മേലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെമ്പറും ടാക്സ് പേ ചെയ്യാൻ ലയബിൾ അല്ല. ആ കേസിൽ AOPൻ്റെ ഇൻകം സ്ലാബ് റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യേണ്ടത്. അപ്പം ടാക്സ് റേറ്റ് വെൻ ഓൾ പാർട്ട്നേഴ്സ് ആർ ലയബിൾ, അതായത് എല്ലാ പാർട്ട്നേഴ്സും ലയബിൾ ആവുന്നത് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ഇൻകം ഒരു മാക്സിമം ലിമിറ്റിന് കാട്ടിലും കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് വെൻ ഓൾ മെമ്പേഴ്സ് ആർ നോട്ട് ലയബിൾ,
ഒരു മെമ്പറും ടാക്സ് പേ ചെയ്യാൻ ലയബിൾ അല്ലാതെ വരുന്നത് ഒരു മെമ്പറിൻ്റെ ഇൻകവും ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുമ്പോഴാണ്. അപ്പം അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൻ്റെ ഡെഫിനിഷനും ടാക്സ് റേറ്റും. കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന് സെപ്പറേറ്റ് ആയിട്ടൊരു ടാക്സ് റേറ്റാണ് നമ്മൾ സ്ലാബ് റേറ്റ് തന്നെയാണ് എടുക്കുന്നത് എങ്കിൽ കൂടി അവരുടെ ടാക്സ് റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80P കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന് മാത്രം വരുന്ന ഡിഡക്ഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷനാണ്. നിങ്ങളത് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് തന്നെ പോകണം. പിന്നെ അടുത്തത് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ ഡെഫിനേഷനും ട്രസ്റ്റിൻ്റെ ടാക്സ് റേറ്റും കൂടെ നോക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ട്രസ്റ്റും നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് അണോണിമസ് ഡൊണേഷൻ. അണോണിമസ് ഡൊണേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്താണെന്ന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കമ്പനീസ് പേ ചെയ്യുന്ന ടാക്സിനാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ കമ്പനിയും അതിൻ്റെ ഡെഫിനിഷനും ടാക്സ് റേറ്റും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ടാക്സ് റേറ്റ് നോക്കുമ്പം ഡൊമസ്റ്റിക് കമ്പനിയും അതുപോലെ തന്നെ ഫോറിൻ കമ്പനിക്കും 2 റേറ്റാണ്. അതുപോലെ തന്നെ അവരുടെ സർചാർജിനും ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ് ഒത്തിരി ടൈപ്സ് വരുന്നുണ്ട്. ഡൊമസ്റ്റിക്, ഫോറിന്, പബ്ലിക് സെക്ടർ, അങ്ങനെ ഒരുപാട് ഹെഡ്സ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു 2-3 തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. പിന്നെ വൈൽഡ്ലി ഹെൽഡ് കമ്പനിയും അതുപോലെ തന്നെ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയും എന്താണെന്നും കൂടെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കമ്പനീനാണ് നമ്മൾ വൈഡ്ലി ഹെൽഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി. പിന്നെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റും എന്താണെന്ന് ചോദിക്കും. പിന്നെ മാറ്റ്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനീനെ പറ്റി. ഒരു കമ്പനി റെസിഡൻ്റ് ആണെന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും വേണം. അതുകൊണ്ട് ഒരു ഇന്ത്യൻ കമ്പനി മാത്രമായിരിക്കും ഒരു നമ്മുടെ ഇന്ത്യയിൽ റെസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് അൺഅബ്സോർബ്ഡ് ബിസിനസ് ലോസും അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസസ് നമുക്ക് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുമായിട്ട് ലോസ് ആണെങ്കിൽ തന്നെ ഇപ്പം ആ ഒരു വർഷത്തെ പ്രോഫിറ്റിൻ്റെ കാട്ടിലും കൂടുതൽ ലോസ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ വരുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. അതിന് പറയുന്നതാണ് അൺഅബ്സോർബ്ഡ് ബിസിനസ് ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കും. ഇപ്പം എന്തെങ്കിലും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വർഷത്തെ ബിസിനസ് ഇൻകം ആയിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ എത്ര പ്രോഫിറ്റ് ഉണ്ടോ അത്രയും മാത്രമേ നമുക്കിത് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റത്തുള്ളൂ. അടുത്തത് ബെയർബോർഡ് ചാർട്ടറും ബെയർബോർഡ് ചാർട്ടർ കം ഡിമീസും എന്താണെന്ന് ചോദിക്കും. ഇതെന്ന് പറയുന്നത് ഷിപ്പിംഗ് കമ്പനിയിൽ വരുന്ന 2 ടോപ്പിക്കാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് 3rd മൊഡ്യൂളിൽ നിന്നാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് റിട്ടേൺ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കുക. അതുപോലെ തന്നെ ബിലേറ്റഡ് റിട്ടേണും അതിൻ്റെ കോൺസിക്വൻസസും. എന്തെങ്കിലും റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യാനായിട്ട് ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ബിലേറ്റഡ് റിട്ടേൺ. അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് ചോദ്യം വരാം. പിന്നെ റിവൈസ്ഡ് റിട്ടേൺ. ഇപ്പം റിട്ടേൺ ഫയൽ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഫക്റ്റീവായിട്ട് കാണിക്കും. അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് റിവൈസ് ചെയ്തിട്ട് വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസസിന് പറയുന്നതാണ് റിവൈസ്ഡ് റിട്ടേൺ. അപ്പോൾ അതെന്താണെന്നും ചോദിക്കാം. ഡിഫക്റ്റീവ് റിട്ടേൺ, പിന്നെ വോളണ്ടറി റിട്ടേണും കമ്പൽസറി റിട്ടേണും എന്താണെന്ന് ചോദിക്കും. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഡ്യൂ ഡേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അസസ്മെൻറ്റ് ഇയർ നിങ്ങൾ എക്സാം ഏത് ഇയറിലാണോ എഴുതുന്നത് ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ഡ്യൂ ഡേറ്റിന് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇ ഫയലിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജസും ടൈപ്സും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ നോക്കി വെക്കാം.
പിന്നെ ഒരുപാട് തവണ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഇ ഫയലിംഗ് ചെയ്യുന്ന സൈറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൈറ്റ് അഡ്രസ്സാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ITR ഫോംസ്. ഒരുപാട് ഇൻകം ടാക്സ് റിട്ടേൺ ഫോംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഡിമാൻഡ്, റിക്കവറി, അസസ്മെൻറ്റ് എന്താണ്, പിന്നെ അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ്, അസസ്മെൻറ്റ് ടൈപ്സ്. അസസ്മെൻറ്റ് ടൈപ്സ് ഒരു 15 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അസസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് സെൽഫ് അസസ്മെൻറ്റ് എന്താണ്, റെഗുലർ അസസ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്താണ്. അതിൻ്റെ മറ്റ് 2 പേരാണ് എക്സ്പാർട്ടി അസസ്മെൻറ്റും എക്സ്പാർട്ടി ജഡ്ജ്മെൻറ്റും. അടുത്തത് റീ അസസ്മെൻറ്റിന് മറ്റൊരു പേരാണ് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്ന്. പിന്നെ അപ്പീൽ, റിവിഷൻ, സെറ്റിൽമെൻറ്റ്. ഇത്രയും മീനിങ് നിങ്ങൾ അറിഞ്ഞു നോക്കുക. അടുത്തത് പാനും ടാനും അതെന്താണ്, അതിനെ പറ്റിയിട്ടൊരു ബ്രീഫായിട്ട് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പാന് കമ്പൽസറി ആയിട്ട് വരുന്നതെന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ TDSഉം TCSഉം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സും. അടുത്തത് അഡ്വാൻസ് ടാക്സും അല്ലെങ്കിൽ പേ ആസ് യു ഏൺ സ്കീമും. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ മൊഡ്യൂൾ 3 പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം തിയറി പാർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൊഡ്യൂൾ 4 നിന്ന് ചോദിക്കുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസും അതിൻ്റെ പവേഴ്സും. ഇതൊരു 15 മാർക്ക് ക്വസ്റ്റ്യനാണ്. പിന്നെ ടാക്സ് റിക്കവറി ഓഫീസറും അസസിങ് ഓഫീസറും ആരാന്ന് ചോദിക്കാം. ഈ 2 പേരെ പറ്റി നിങ്ങൾക്ക് ബ്രീഫായിട്ട് എഴുതാനായിട്ട് പറയും. പിന്നെ സെർച്ച് ആൻഡ് സീഷറിനെ പറ്റിയിട്ടും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ CBDT അതിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ്, ഡ്യൂട്ടീസ്. 15 മാർക്കിന് 3 തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ഇത് പഠിക്കാം. പിന്നെ പെനാൽറ്റീസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതെല്ലാം പഠിക്കാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ചോദിച്ചിട്ട് ഇതിൻ്റെ പെനാൽറ്റി എന്താണെന്നായിരിക്കും ചോദ്യം വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ പെനാൽറ്റി ഫോർ നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഉണ്ട്, അതെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. കാരണം ഇത് 2-3 തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്തത് ടാക്സ് പ്ലാനിങ്ങും ടാക്സ് അവോയ്ഡൻസും ടാക്സ് എവേഷൻ്റെയും ഡിഫറൻസസും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ അതുകൂടെ പഠിച്ചാൽ നമ്മുടെ മൊഡ്യൂൾ 4 കഴിഞ്ഞു. അടുത്തത് മൊഡ്യൂൾ 5 എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. മൊഡ്യൂൾ 5 GST ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ GSTയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. GST മോഡൽസ് ഉണ്ട്. GST മോഡൽസ് 3 ടൈപ്സ് ആണുള്ളത്. സെൻട്രൽ GST, സ്റ്റേറ്റ് GST, പിന്നെ ഡ്യുവൽ GST. അതായത് ഇത് 2 കൂടെ വരുന്ന GST. ഇപ്പം നമ്മുടെ ഇന്ത്യൻ മോഡൽ എന്ന് പറയുന്നത് കൺകറൻറ്റ് ഡ്യുവൽ GST ആണ്. അപ്പം ചിലപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ചോദ്യം വരാം. പിന്നെ GSTയുടെ റേറ്റ്സ്, അതുപോലെ തന്നെ GSTയും നമ്മുടെ വാല്യൂ ആഡഡ് ടാക്സിൻ്റെയും ഡിഫറൻസസും ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഈ 5 മോഡ്യൂൾസിൻ്റെ ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഞാൻ 5 PDF ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സിൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.